എന്ത് പറ്റിയളിയാ? എന്തടാ അവള് 3G ആക്കിയ തന്തപ്പടി വല്ലം പറഞ്ഞ? അതൊന്നല്ലടാ, മൊത്തം ശോകമാണ് അളിയ. എന്ത് പറ്റി മൊണ്ണെ പറയടാ. മറ്റന്നാള് ഞായർ, അന്ന് വീട്ടിൽ ആരുമില്ല, പോസ്റ്റായിരിക്കും. എല്ലാവരും എങ്ങോട്ട് പോണ്? അവര് കല്യാണത്തിന് അടിച്ചു പൊളിക്കാൻ പോയടേ. ഞാൻ എക്സാം ആയതുകൊണ്ട് കുറച്ച് പഠിക്കാന്ന് വിചാരിച്ച്. അളിയോ അല്ലെങ്കിൽ ഈ കിട്ടാത്ത മുന്തിരി പുളിക്കും. എടാ, എന്റെ കാര്യത്തിൽ കിട്ടണ മുന്തിരി പുളിക്കും, കിട്ടാത്ത മുന്തിരി പുളിക്കൂല. നാളെ നമ്മളും പോസ്റ്റ് തന്നെടേ. അപ്പൊ എല്ലാരും ശ്രദ്ധയ്ക്ക്, നാളെ വൈകിട്ട് 6 മണിക്ക് എല്ലാരും രാജന്റെ വീട്ടിൽ കാണണം. നീയൊക്കെ എന്റെ വീട് എത്തിക്കോടേ. ഫണ്ണല്ലേ ബ്രോ? നാളെ ആരുമില്ലല്ല, അപ്പൊ നമുക്കെന്താണ് പരിപാടി നാളെ? അവന്മാര് പഠിക്കാനും സമ്മതിക്കൂല. നീ കൊറേ ആയി പഠിക്കും പോലും. നീ അളിയ ഒന്ന് ഫാൻ ഇടളിയാ, ചൂടെടുക്കണേ. അളേ, ഞാൻ എന്റെ അടുത്ത് കാര്യം പറയാൻ വിചാരിച്ചാണ്. നീ ഒരു ജോൾസിനെ കാണാം കേട്ടാ. അല്ലേലും കിട്ടാത്ത മുന്തിരി. ഇനി ഇങ്ങനെ പറഞ്ഞ മുന്തിരിയല്ല, പടം എടുത്ത് വായി കുത്തി കയറ്റും. കറണ്ട് പോയപ്പോ നല്ല വൈബല്ലേ? ഡാർക്ക് മോഡ് പണ്ട സീനാണേ. ആ, എന്തേലും ഒരു സാധനം ഉണ്ട്. അതെല്ലാവരും ഉണ്ട് മൊണ്ണെ. അതൊന്നല്ല, സാധനത്തിന്റെ പേര് ഹോജാ ബോർഡ്. ഞാൻ നുള്ളിയപ്പോ തന്നെ മുള്ളി കണ്ട, എന്നിട്ടാണ് ഹോജാബോർഡ് ഉണ്ടാക്കാൻ പോണത്. ഡേ, അത് കൊള്ളാം കേട്ടാടേ. അപ്പോ നാളെ അത് സെറ്റ്. മക്കളെ, നമ്മള് കല്യാണത്തിന് പോയിട്ട് വരാമേ. നല്ല വൃത്തി പഠിക്കണേ. ആ കിഴങ്ങൻ ഇപ്പോഴും എണീറ്റില്ല. അളെ, സാധനം കൊള്ളാം കേട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏത് മ്യൂസിയത്തിൽ നിന്നാണ് അടിച്ചു മാറ്റിയത്? മ്യൂസിയം കുഴപ്പമൊന്നല്ല, ഇത് ഞാൻ ഇന്നലെ മോഷ്ടിച്ചതാ. അതായത് ഒരു നാൾ എനിക്ക് ഡൗട്ട് തോന്നി ഞാൻ അപ്പൂപ്പന്റെ റൂമിൽ കയറി. അപ്പോ ഞാൻ ഞെട്ടി. ഭാഗ്യം കണ്ടില്ല. അങ്ങനെ കാണാതെ ഞാൻ എടുത്തോണ്ട് വന്ന സാധനമാണ് ഇത്. കുറച്ച് മന്ത്രവാദൊക്കെ വിഷമുണ്ടേ. ലൈറ്റ് ഒക്കെ അങ്ങ് ഓഫ് ചെയ്യ്, ആംബിയൻസ് ആവട്ടെ. ദീപം ദീപം ദീപം. ഇനി അങ്ങോട്ട് സീരിയസ് ആണ് കേട്ടോ. ഇതിന്റെ കൂടെ കിട്ടിയ ഒരു ബുക്കുണ്ട്, അത് ഞാൻ വായിക്കാം. റൂൾസ് ആണ്. ഒന്ന് പോടാപ്പാ, ഇതൊക്കെ നമ്മക്കറിഞ്ഞൂടെ. ബുക്ക് അങ്ങോട്ട് മാറ്റി. ആദ്യം കോയിൻ വെക്കണം, ഇനി നിന്റെയൊക്കെ കൈ വൈ. എന്നിട്ട് എന്തായിരുന്നു പുല്ല്? ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് പറയണം. ട്രാൻസ്ലേറ്റ് ബ്രോ. ആത്മാവേ വാ എന്ന് പറയാൻ. അളിയാ, അതപ്പുറത്തെ പൂച്ചയാണ് അളിയാ. കൈ തിരിച്ചു വെക്കളിയാ എല്ലാരും. അളിയോ, ഞാൻ പോട്ടാളിയോ, എനിക്ക് ഉറക്കം പറഞ്ഞു. എന്താന്ന് അറിഞ്ഞൂടാ, നേരത്തെ ഉറങ്ങണോ ഇന്ന്. അത് കൊള്ളാം, ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നാണ്. നിങ്ങളൊക്കെ കളിച്ചിട്ട് പോയാ മതി. ഞാനും ഇല്ലടേ, ആ ഫ്ലോ അങ്ങ് പോയി. എന്താ മക്കളെ, പേടിച്ചു തുടങ്ങിയാ? എനിക്ക് പേടിയൊന്നുമില്ല, വാ നമുക്ക് കളിക്കാം. അളിയാ, മുട്ടയാ പഴോ വല്ലുണ്ടാ? വിശക്കണ്, കഴിച്ചിട്ട് കളിക്കാം. ഇനി ഹെൽത്തി ഹെൽത്തി. അളിയ, അതൊരു മുട്ടയല്ലേ അളിയ, ഉരുണ്ട് എന്റെ അടുത്ത് വന്നത്. മുട്ടയാ? എവിടെ? ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ കാണാനില്ല അളിയോ. ഹെൽത്തി കുട്ടൻ തന്നെ, ഞാൻ കണ്ടതാണല്ലോ. നിങ്ങൾ വല്ല അൺയൂഷ്വൽ ആയിട്ട് സൗണ്ട് കേട്ടോ? സൗണ്ടാ പിറാണെങ്കിൽ ലോലു. അല്ല, നിന്റെ അച്ഛൻ. അളിയാ, ഞാനും കേട്ടോളിയോ സൗണ്ട്. ആരാ നിന്റെ അച്ഛൻ്റെ? അളിയ നിക്ക്. തടിയാ, നിന്നെ കൊന്നു കളയടാ. അളിയ, ഞാനും എന്തൊക്കെ കേട്ട്, പക്ഷെ ക്ലിയർ ഇല്ല. ഞാനും കേട്ട്. അളിയ, ഒന്ന് താഴെ പോയി നോക്കിട്ടോടാ. എന്തായാലും പ്രേതമല്ല, ഹോജാബോർഡ് കളിച്ച് തുടങ്ങിയൊന്നുമില്ലല്ലോ ഇനി.
അവന്മാര് അവിടെ ഒന്നുമില്ല, അതൊക്കെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കേട്ടത്. വാട എങ്ങോട്ട് ഒന്നുകൂടി കളിക്കാൻ തുടങ്ങാൻ പാ. അളിയാ നിക്ക്. തമസാബലം പ്രാപ്തം അഹം നിശാശക്തി മമ ശ്വാസം ഭൂമി ആഭ ആധാരം ചുമർ മമ സാക്ഷം ഭയം അമ ആഹാരം ശബ്ദം മമ ആയുധം എന്നെ ഓർക്കുന്ന. തമസാബലം പ്രാപ്തം അഹം നിശാശക്തി മമ ശ്വാസം ഭൂമി. അളിയാ ഞാൻ താഴെ പോയി, അവിടെ ഒന്നും കണ്ടില്ലല്ലോ. അളിയാ നീ എങ്ങനെ പെട്ടെന്ന് അവിടെ എത്തിയ? എന്തോന്ന്? അളിയാ റെക്കോർഡ് ഒന്ന് വെച്ച. ഇതെന്താ ഇവിടെ? ഇത് ലൂപ്പായിരുന്ന? നീ എന്താണ് ഓടാത്തെ? അളിയാ ലൂപ്പ് അളിയാ, നീ അങ്ങോട്ട് നോക്ക്. എന്താണ് ഇത്? എന്താണ് ഇത്? അളിയ നമുക്ക് പോണ്ടേ. അളിയോ നമ്മൾ ഓടിയിട്ട് എത്തിയത് എവിടാ? അവന്മാരെവിടാ? എന്താ ഒരു സൗണ്ട് കേട്ടെ? അഴിഞ്ഞാട്ടം. ഇന്നേത് പ്രേതത്തിനെ വിളിക്കാം? മരിച്ചുപോയ സുമതിയെ വിളിക്കാം. അഴിഞ്ഞാട്ടം അഴിഞ്ഞാട്ടം അഴിഞ്ഞാ. ഹോജാബൂടെ ഇവിടെ. പിള്ളേർക്കൊക്കെ എന്തോ പറ്റിയിട്ടുണ്ട്. അളിയ നേരെ ഓടി. ഇതെന്തോന്ന് താറാവാ? അയ്യോ നീയൊക്കെ എവിടെ നിങ്ങളാ? എടാ ഇതൊക്കെ മാറ്റാൻ വേണ്ടി ആ റൂൾ ബുക്ക് വേണം. അതെവിടെ? അളിയോ ഞാൻ താഴെ പോയി വന്നപ്പോ ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചേ? ആദ്യം നിന്റെ മന്ത്രവാദി അപ്പൂവിനെ വിളിക്കും, ഒന്നും സൊല്യൂഷൻ കിട്ടൂലേ? അത് ശരിയാ. പക്ഷെ ഫോൺ എന്റെ കയ്യിലില്ല. നമ്മൾ എന്താ ഇവിടെ ഇനി? ഇന്നാ റോൾ ബുക്ക്, ഇന്നാ ഫോണ്. ഇനി നിങ്ങൾ സൊല്യൂഷൻ കണ്ടുപിടി. എനിക്ക് ഇങ്ങനെ ആയിരിക്കും എന്ത് മരണം? അപ്പൂപ്പാ ലോലന്റെ വീട്ടിലോ നമ്മളെ പ്രേതം പിടിച്ച്. മക്കളെ ഞാൻ ഇതാ എത്തി. നിങ്ങൾ ഇറങ്ങി വാ, പ്രേതം ഒന്നും ചെയ്യൂല. ഹോജാബോടെ കനാജ് പറഞ്ഞു. അളിയ ഇവന്റെ അപ്പൂപ്പ വന്നതും പ്രേതം പോയി. അളിയാ എന്ത് പവർ ഒന്ന് നോക്ക്. എല്ലാരും വന്ന് വണ്ടി കയറ്. അപ്പൂപ്പ പ്രേതം എല്ലാം പോയോ? എനിക്ക് നാളെ വീട്ടിൽ കയറാൻ പറ്റും? അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും പോയിട്ടില്ല, കുറച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ എനിക്ക് വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു. ഇവന്മാരാണ്. മക്കളെ ഓലു വാസു. ആദ്യമായിട്ട് എനിക്ക് അപ്പൂപ്പനെ ഓർത്ത് അഭിമാനം തോന്നി. അല്ല, അപ്പൂപ്പ ഇപ്പൊ കാർ ഓടിക്കാൻ പഠിച്ചേ? അത് മക്കളെ